പവിത്രം സീരിയലിൻ്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീനിവാസിൻ്റെ കൂടെ ചേർന്ന് വിക്രം പാർട്ടിയിൽ വീണ്ടും സജീവമാണെന്ന കാര്യം വേദ അറിയുമ്പോൾ വിക്രം വീണ്ടും അയാളെ വിശ്വസിച്ച് ഓരോ അപകടത്തിൽ ചെന്ന് ചാടുകയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുതന്നെ തനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരു കാരണം കണ്ടെത്തി. അവൾ വിക്രം ആ മലക്ക് പോയതിനു ശേഷം ആ വീട് വിട്ടിറങ്ങണമെന്ന് അവൾ തീരുമാനിക്കുന്നുണ്ട്. ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് വിക്രമിനെ ഇല്ലാതാക്കാനുള്ള പദ്ധതിയുമായിട്ട് ശ്രീകാന്തും വാസവനും കൂടെ കൂട്ടുന്നുണ്ട് കേട്ടോ. വാസവനോട് വിക്രമിനെ ഇല്ലാതാക്കിയതിനെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ അത് ശരിയല്ല എന്നൊരു തോന്നലുണ്ടെങ്കിലും ദീപ്തിയുടെയും വരുണിൻ്റെയും വിവാഹ നിശ്ചയം വളരെ ഗ്രാൻഡായിട്ട് നടത്താമെന്നും വാസവന് വാക്ക് കൊടുക്കുകയാണ്. ശ്രീകാന്തിൻ്റെയും വർഷയുടെയും അച്ഛൻ്റെയും ചതി മനസ്സിലാക്കാതെ വാസവൻ സമ്മതം മൂളുകയും ചെയ്യുന്നുണ്ട്. ശ്രീകാന്തും ഉദ്ദേശിക്കുന്നുണ്ട് വിക്രമിനെ കൊന്ന കുറ്റത്തിന് വരുണിനെ ജയിലിലാക്കണം. അതോടുകൂടെ തന്നെ 2 പെങ്ങന്മാരുടെ ജീവിതം രക്ഷപ്പെട്ടെന്നാണ് അയാൾ കരുതുന്നത്. അങ്ങനെ വാസവൻ തൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. വരുണും ദീപ്തിയും സ്നേഹത്തിലാണെന്നും വരുണ് നല്ല മാറ്റമുണ്ടെന്നൊക്കെ വാസവന് മനസ്സിലാവാട്ടോ. ആ സമയത്ത് ദീപ്തി ഈ കാര്യമായിട്ട് വരുണിനോട് സംസാരിക്കുകയാണ്. തൻ്റെ ചേട്ടൻ്റെ ചതിയാണ് വേദ ചേച്ചിയെ തിരികെ കൊണ്ടുവരാൻ എന്ന് അവർക്ക് 2 പേർക്കും മനസ്സിലായി കാണും. അങ്ങനെ വിക്രം മല ചവിട്ടാനായിട്ട് പോകുമ്പോൾ വേദക്കറിയാം വിക്രം തിരിച്ചു വരുമ്പോൾ താൻ ഈ വീട്ടിലുണ്ടാവില്ലെന്ന കാര്യം. അങ്ങനെ വിക്രം മല ചുവട്ടാനായി പോണ സമയത്ത് വേദ തൻ്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ മോളെ, നീ ഇതെവിടെയാണ് പോകുന്നത്? കമലമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ സങ്കടത്തോടെ അവിടുന്ന് ഇറങ്ങാൻ. ഇല്ലമ്മേ, ഈ വീട്ടിൽ ഇനി എനിക്ക് തുടരാൻ കഴിയില്ല. വിക്രം ഒരിക്കലും മാറില്ലെന്ന കാര്യം എനിക്ക് മനസ്സിലായി. എന്തിനാ അമ്മേ ഞാൻ ഇവിടെ കഴിയുന്നത്? വേദയുടെ സങ്കടത്തോടെയുള്ള ചോദ്യം കേട്ട് ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. മാഷിനും ഇത് തകർന്ന ഒരു അവസ്ഥയാണ്. തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെ വേദയെ ബോധ്യപ്പെടുത്തിയതാ. പക്ഷേ ഇപ്പോൾ അവനെ ഒരിക്കലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ പടി ഇറങ്ങണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള എന്തോ ഒരു കാരണമുണ്ട് മോളെ. വേദ, നിന്നെ ഒരിക്കലും ഞാൻ തടയില്ല. ഗുണ്ടയായിട്ട് നടക്കുന്ന തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് നീ വരണമെന്നും അങ്ങനെ നിൻ്റെ ജീവിതം നശിപ്പിക്കണമെന്നും ഞാൻ ഒരിക്കലും കരുതില്ല. പക്ഷേ അത് ഞാൻ പറയില്ല. ഇപ്പോൾ നീ ഇവിടുന്ന് പോയാൽ എൻ്റെ മകൻ പുതിയ മനുഷ്യനായി തിരിച്ചു വരികയാണെങ്കിലോ? എന്നാലും മോളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. മോളുടെ അഭിപ്രായത്തിനും മോളുടെ വാക്കിനൊക്കെ ഒരു വില അച്ഛൻ തരും. മോളുടെ ഇഷ്ടം നിൻ്റെ വീട്ടിലേക്ക് തിരികെ പോകുന്നതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ചങ്ക് പൊട്ടിയ വേദനയോടെയാണ് കേട്ടോ വേദ ആ പടി ഇറങ്ങാണ്. വേദ പോയതോടുകൂടി ആ വീട് ഒരു മരണ വീടായി മാറുകയും ചെയ്യുന്നുണ്ട്. വിക്രം വരുമ്പോഴും വേദയെ അവിടെ കാണുന്നില്ല. അങ്ങനെ മല ചവിട്ടി വിക്രം പുതിയ പ്രതീക്ഷയോടെയാണ് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് വേദ അവളുടെ വീട്ടിലേക്ക് തിരികെ പോയെന്നും ഇനി വേദ ഒരിക്കലും തിരികെ വരില്ലെന്നും നന്ദിനി വന്ന പാടെ പറയുന്നുണ്ട്. ആ, വിക്രം എത്തിയല്ലോ. എന്തായാലും നിനക്ക് നല്ല സുഖമായി. നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ ആ വേദ ഉണ്ടല്ലോ, അവൾ ഈ വീട്ടിൽ നിന്ന് പോയി. വേദ വീട്ടിൽ നിന്ന് പോയെന്നോ? എന്താ നന്ദിനി നീ പറയുന്നത്? അതന്നെ, അവൾ ഇവിടുന്ന് പോയി. നിന്നോടുള്ള സാഹവാസം അവൾ മതിയാക്കിയെന്ന്. ഗുണ്ടയായ വിക്രം ഒരിക്കലും മാറില്ലെന്ന് അങ്ങനെ അവൾ പറഞ്ഞു. ആടാ, നീ ആ ശ്രീവാസനും കൂടെ ചേർന്ന് എന്തൊക്കെയാടാ ചെയ്തു വെക്കുന്നത്? അതിൻ്റെ ഫലം കൊണ്ട് തന്നെയാണ് ആ കുട്ടി വീട് വിട്ടു പോയതെന്ന് കമലാമ്മ സങ്കടത്തോടെ പറയുന്നുണ്ട്. അതെ, ഞാൻ എന്ത് ചെയ്തെന്നാണ്? അയാളുടെ കൂടെ നിന്ന് നീ ഒന്നും ചെയ്തില്ലേ? അയാളുടെ കൂട്ടുവിടാൻ നിന്നോട് എത്ര പറഞ്ഞിട്ടുണ്ട് വേദ? പക്ഷേ നിനക്കനുസരിക്കാൻ വയ്യല്ലോ. അങ്ങനെ വേദയെ വിളിക്കുന്നുണ്ടെങ്കിലും വേദ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ആ ഒരു സമയത്ത് ശ്രീകാന്തിന് വേദ തിരികെ വന്നെന്ന് അറിയുമ്പോൾ പത്മയും അവളുടെ അച്ഛനൊക്കെ സന്തോഷമാകുന്നുണ്ടെങ്കിലും തൻ്റെ മകൾ പൂർണ്ണ മനസ്സോടെയല്ല തിരികെ വന്നതെന്ന് ശങ്കരനാരായണനും പത്മക്കും മനസ്സിലാവുകയാണ്. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് എന്നോട് ഒന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. എന്താ എൻ്റെ കുട്ടി, നിനക്ക് എന്താ പറ്റിയത്? എന്തുകൊണ്ടാണ് നീ വിക്രമിനെയും ആ വീടും ഉപേക്ഷിച്ച് വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും, അതെനിക്കുറപ്പാ എന്ന് മുത്തശ്ശി അവളോട് പറയുമ്പോൾ അവൾക്ക് അതിനുത്തരമില്ലായിരുന്നു. അങ്ങനെയാണ് ദീപ്തി സത്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. ശ്രീകാന്തേട്ടനാണ് ഇതിനെല്ലാം കാരണം. അവൾ എല്ലാവരുടെ മുമ്പിലും തെളിയിക്കുന്നുണ്ട്. വിക്രം ചേട്ടനെ അച്ഛൻ തട്ടിക്കൊണ്ടുപോയി. ഇയാളാണ് ഈ നാടകമെല്ലാം കളിച്ചത്. വേദ ചേച്ചിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇയാൾ ഒരുപാട് പ്രയാസങ്ങൾ പെട്ടിട്ടുണ്ട്. അങ്ങനെ ശ്രീകാന്തിൻ്റെ മുഖം വലിച്ചു കീറുന്നുണ്ട്. അങ്ങനെ വേദ തിരിച്ചെത്തിയല്ലോ. ഇനി വിക്രമിനെ തീർത്തു കളഞ്ഞാൽ അവൾ ആ വഴിക്ക് പോകില്ല. ശ്രീകാന്ത് എല്ലാവരോടുമായിട്ട് കൂടി ആലോചിക്കുന്നുണ്ട്. എന്നാൽ വിക്രമിനെ വിളിച്ചിട്ട് ദീപ്തിയും വരുണും കാര്യം പറയുന്നുണ്ട്.
ചേച്ചി ഒരിക്കലും മനസ്സുകൊണ്ടല്ല തിരികെ വന്നത്. വിക്രം ചേട്ടൻ അത് മനസ്സിലാക്കണം. തൻ്റെ ഏട്ടന അതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത്. അങ്ങനെ ശ്രീകാന്ത് ചെയ്ത ചതിയെല്ലാം വിക്രമിനെ ദീപ്തിയും വരുണും കൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതോടുകൂടെ കളി തുള്ളുകയാണ് കേട്ടോ. അതിനുശേഷം വരുൺ ഒരു സത്യം കൂടെ മനസ്സിലാക്കിയിരിക്കുന്നു. രാഷ്ട്രീയത്തിൻ്റെ മറവിൽ, ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മറവിൽ വിക്രം ചേട്ടനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രീകാന്ത് മെനഞ്ഞു എന്നുള്ള കളിയും അയാൾ പറയുന്നുണ്ട്. വളരെ സൂക്ഷിക്കണം, വിക്രം ചേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് പട ഒരുങ്ങുന്നുണ്ട്. തൻ്റെ അച്ഛൻ ഫോണിലൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. പക്ഷേ വിക്രമിനെ കൊല്ലണമെന്നൊന്നും എൻ്റെ അച്ഛനില്ല. ഇപ്പോൾ എന്നോട് ശത്രുതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ചേട്ടൻ എൻ്റെ അച്ഛൻ അതിൽ നിന്നെല്ലാം വിട്ടു. പക്ഷേ ഏറെ നിർബന്ധം. നിങ്ങളുടെ ഭാര്യയുടെ ഏട്ടനാണ്, ദീപ്തിയുടെ ഏട്ടനാണെന്ന് പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. എന്നെ കൊന്നിട്ട് ആ കൊലപാതകം നിന്റെ തലയിൽ വെച്ചിട്ട് 2 പെങ്ങന്മാരുടെയും ജീവിതം സേഫ് ആക്കാനാണ് ശ്രീകാന്ത് നോക്കുന്നത്. അത് കേട്ടതും വരുൺ ആകെ ഞെട്ടുന്നുണ്ട്. ദീപ്തി എന്താ പറഞ്ഞത്? അതെ, അത് തന്നെയാണ്. ശ്രീകാന്ത് ഇതല്ല, ഇതിനപ്പുറം ചെയ്യും. അയാളെ പൂട്ടാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എനിക്ക് എൻ്റെ ഭാര്യയെ വേണം. വേദയ്ക്കൊരിക്കലും ഞാനില്ലാതെയും അവളില്ലാതെ എനിക്കും പറ്റില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ. ആ സമയത്ത് ദീപ്തി പറയുന്നുണ്ട്, അത് പിന്നെ ദർശനുമായിട്ടുള്ള ചേച്ചിയുടെ വിവാഹം അവർ തീരുമാനിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ദർശനുമായിട്ടുള്ള വിവാഹം നടക്കും. അതിന് ദർശൻ സമ്മതിക്കുമോ? എന്തൊക്കെയാ പറഞ്ഞ് ദർശനെ സമ്മതിപ്പിച്ചിട്ടുണ്ട്. ചേച്ചിയും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ലല്ലോ. ദർശേട്ടനും ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ വേദ ചേച്ചിയും ഒരുമിച്ചുള്ള ഒരു ജീവിതം. പക്ഷേ വേദ ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും വിക്രം ചേട്ടനാണെന്ന് എനിക്കറിയാം. ആ വിവാഹം നടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി അച്ഛനെ ക്രൂരമായി 4 ദിവസങ്ങൾ അനുഭവിച്ച നിൻ്റെ ഏട്ടനെ ഒരിക്കലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളെല്ലാം എന്നെ കൊന്നിട്ട് വരനെ ജയിലിലാക്കാനാണ് അയാളുടെ പ്ലാൻ. അതൊരിക്കലും നടക്കാനും പോകുന്നില്ല. വിക്രം തീരുമാനിക്കണം വിക്രം എപ്പോൾ മരിക്കണമെന്ന്. ഒരിക്കലും അയാൾക്ക് എൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിലും ഈ സമയം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് കാർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിന് വിക്രമിനെ കണ്ടതും, എന്താടാ പുല്ലേ നിനക്ക് കാര്യം? വണ്ടി എടുത്ത് മാറ്റടാ. സൗകര്യമില്ല അളിയ, നീ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ എനിക്കറിയാടാ. എൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ട് പോയത് നീ അല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് മൂക്കിലൊരു ഇടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു സ്പ്രേ മുഖത്തടിച്ചതും ശ്രീകാന്തിൻ്റെ ബോധം പോവുകയാണ്. അങ്ങനെ വിക്രമും കൂട്ടാളികളും കൂടെ ചേർന്ന് ശ്രീകാന്തിൻ്റെ ഒരു കെട്ടിടത്തിൽ കെട്ടിയിടുന്നുണ്ട്. അവൻ്റെ കാറാണെങ്കിലോ ഒരു ദൂര സ്ഥലത്തേക്ക് മാറി പാർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്തുമായിട്ട് പോവാട്ടോ. ശ്രീകാന്ത് എവിടെയാണെന്ന് ആർക്കും ഒരു അറിവും ഇല്ല. അങ്ങനെ രാത്രിയായിട്ടും ശ്രീകാന്ത് വരാതെ കാണുമ്പോൾ ശങ്കരനാരായണൻ പത്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര നേരമായിട്ടും ശ്രീകാന്ത് വന്നില്ലേ? ഇല്ല, അയാൾ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഓ, അവൻ്റെ കൂട്ടുകെട്ടും അവൻ്റെ കയ്യിലിരിപ്പും അങ്ങനത്തേതാണ്. അതുകൊണ്ട് ഭയക്കണം. എനിക്ക് പേടി ആ വിക്രം അവനെ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്നാണ്. ആ വിക്രം അങ്ങനെ ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രീകാന്തേട്ടനെ അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സ്വന്തം അച്ഛനെയല്ലേ അവിടെ തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ 4 ദിവസമാണ് ഉറക്കി കിടത്തിയത്. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ? ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് അച്ഛൻ. ആ കുടുംബം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് എന്ന് പറയാണ്. അതിൻ്റെ പേരില എന്നെ പോലും ഭീഷണിപ്പെടുത്തി ഇവിടെ എത്തിച്ചത്. എന്നാലും മോളെ വിക്രം, അതെനിക്കറിയില്ല അച്ഛാ. വിക്രമിനെ മറക്കാനോ ദർശനുമായുള്ള വിവാഹത്തിനോ എനിക്കൊരിക്കലും കഴിയില്ല. ഇതെല്ലാം വേദയുടെ ഒരു നാടകം മാത്രമാണ്. വേദ, നിങ്ങൾ തീരുമാനിക്കുന്നു, ഞാൻ എല്ലാത്തിനും നിന്ന് തരാം. എനിക്ക് എന്താകുമെന്ന് ഒരു ദൈവനിശ്ചയം, അത്ര മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ എന്ന് അവൾ പറയുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്തിനെ വിക്രം തട്ടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു പച്ച വെള്ളം പോലും കൊടുക്കുന്നില്ല. ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ശ്രീകാന്ത് ആകെ അലറി വിളിക്കുന്നുണ്ട്. ഇല്ലടാ, നിനക്കൊരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല. കാരണം നീ നരകയാതന അനുഭവിക്കേണ്ടവനാ. നീ എന്തൊക്കെ ചെയ്തു എൻ്റെ കുടുംബത്തോട്? ഒരിക്കലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ വെറുതെ വിട്ടാലുണ്ടല്ലോ, നീ എന്നെ ജയിലിൽ കയറ്റിയെന്ന് എനിക്കറിയാം. പക്ഷേ ശ്രീകാന്ത്, നിന്റെ ഭാര്യയോട് നിന്റെ കാമുകിയെക്കുറിച്ച് ഞാൻ പറയുക തന്നെ ചെയ്യും. എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപദ്രവിക്കാൻ നോക്കിയാൽ നിന്നെ ഞാൻ വിടില്ല. നിന്റെ പ്ലാൻ എനിക്കറിയാമായിരുന്നു. MLA വാസവൻ ഇനി നിന്റെ കൂടെ ഉണ്ടാവില്ല. കാരണം എന്നെ കൊന്നിട്ട് അയാളുടെ മകൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് നീ പ്ലാൻ ഒരുക്കിയത്. 2 പെങ്ങന്മാരുടെയും ജീവിതം നിനക്ക് സേഫ് ആക്കണമല്ലേ? പക്ഷേ നിന്റെ 2 പെങ്ങന്മാർക്കും നല്ല പയ്യന്മാരെ തന്നെയാണ് കിട്ടിയത്. നിന്നെപ്പോലെ ഒരു നീചനല്ല അവരെ വിവാഹം കഴിച്ചത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുണും വിക്രമിൻ്റെ കൂടെ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ പ്ലാനിംഗ് ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് പോവില്ല എന്ന് കരുതിയതാണ്. പക്ഷേ നിങ്ങളുടെ ക്രൂരമായ പെരുമാറ്റം, നിങ്ങളെ ഞാനത് ചെയ്തു.
ഇതെൻ്റെ ഏട്ടനാണ്, എൻ്റെ സ്വന്തം ഏട്ടനായിട്ട് തന്നെയാണ് ഞാൻ വിക്രം ചേട്ടനെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീകാന്തിന് നല്ല ഇടി കൊടുക്കാൻ വേണ്ടി വിക്രം വരുണിനോട് പറയുമ്പോൾ, വേണ്ട, ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ദീപ്തിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദീപ്തിയുടെ ഏട്ടനായി പോയില്ലേ, എനിക്കൊരിക്കലും ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാനാവില്ല. ഇയാളുടെ കയ്യിൽ ഇരിപ്പുണ്ട്, എനിക്കും വേദയുടെ ഏട്ടനാണെന്നല്ലേ ഒരിത് മാത്രമേ ഞാൻ ഇയാൾക്ക് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നീ ഇയാളെ ഇടിച്ചു ഞാൻ പല്ല് തെറിപ്പിക്കാത്തത് എന്ന് വിക്രം പറയുകയാണ്. ആ സമയം ശ്രീകാന്തിൻ്റെ അവിഹിതമായ ആ കാമുക എവിടേക്ക് വരുന്നുണ്ട്. ശ്രീകാന്തിൻ്റെ നീചമായ മുഖം അവളും മനസ്സിലാക്കിയിരുന്നു. അവളെ ഇല്ലാതാക്കാനായിട്ട് തന്നെ വർഷയുടെ അച്ഛനും ശ്രമം നടത്തിയതും അവൾക്ക് മനസ്സിലാകുന്നതോടു കൂടെ തന്നെ ശ്രീകാന്തിൻ്റെ എതിരാളിയായി മാറിയിരുന്നു അവളും. എന്നെ നീ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഇവരെല്ലാം ഒഴിവാക്കിയില്ലെങ്കിൽ നിന്റെ എല്ലാ രഹസ്യബന്ധവും നിന്റെ ഭാര്യയുടെ മുമ്പിൽ വെളിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അതോടുകൂടെ ശ്രീകാന്തിൻ്റെ കള്ളക്കളികളെല്ലാം പൊളിയാണ്. വേദയും വിക്രമും വീണ്ടും ഒരുമിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. വേദയും വിക്രമും മനഃപൂർവ്വമല്ല വേദ അവിടുന്ന് ഇറങ്ങിപ്പോന്നതെന്നും അതിൻ്റെ പിന്നിൽ വലിയൊരു ചതി നടന്ന കാര്യവും മാഷും കുടുംബവും അറിയാണ്. മാഷിനെ തട്ടിക്കൊണ്ടുപോയ ശ്രീകാന്ത് ആ ഒരു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പുവെച്ചാൽ മാത്രമേ അയാളെ വെറുതെ വിടുമെന്ന് പറഞ്ഞപ്പോൾ വേദ തയ്യാറായതാണ് വീട് വിട്ടു പോയത് ഈ കുടുംബനാഥന് വേണ്ടിയാണെന്നും അറിഞ്ഞതും മാഷും കമലയും ചങ്ക് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു മോളെ നമുക്ക് ആഗ്രഹിക്കാൻ പോലും പറ്റില്ല. അത്രയും നന്മ ഉള്ളവളാ ഈ കുടുംബത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടവും താലിയും അവൾ ഉപേക്ഷിച്ചു പോയത്. കാരണം ഇവിടെ അദ്ദേഹത്തിൻ്റെ സന്തോഷം എൻ്റെ മാഷിൻ്റെ ജീവനും വേണ്ടിയാണെന്ന കാര്യം മാഷും കമലയും മനസ്സിലാക്കുന്നുണ്ട്. വേദയെ കാണാനായിട്ട് വേദയുടെ വീട്ടിലോട്ട് വരുമ്പോൾ വേദ അവരെ കണ്ടതും ഓടി വരുന്നുണ്ട്. മോളെ, നിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ. എൻ്റെ മോളായിട്ട് നീ ഈ വീട്ടിൽ വരണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇല്ലമ്മേ, വിക്രം ഇതുവരെ എന്നെ ഇഷ്ടമാണെന്നും ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എന്നെ നഷ്ടപ്പെടുമെന്നാകുമ്പോഴേ വിക്രം അതിന് തുനിയുള്ളൂ. അമ്മ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഇവിടെ ദർശനമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കും. അതുപോലെ വിക്രമിന് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് രാധയുമായിട്ടുള്ള വിവാഹം ഒന്ന് ആലോചിക്കണം. വിക്രം എന്താ പറയാന്ന് നമുക്ക് നോക്കാലോ. അങ്ങനെ വിവാഹപ്പന്തൽ ഉയരാണ് കേട്ടോ. അവിടെ രാധയുടെയും വിക്രമിൻ്റെയും വിവാഹം, ഇവിടെയാണെങ്കിലോ ദർശൻ്റെയും വേദയുടെയും വിവാഹം. ആ നിമിഷം വിക്രം ആ വലിയ സത്യം മനസ്സിലാക്കുകയാണ്. തനിക്കൊരിക്കലും വേദയില്ലാതെ ആവില്ലെന്നും തൻ്റെ ജീവവായു പോലും അവളാണെന്നും അവൻ മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും ഒരുമിക്കുകയാണ് കേട്ടോ. കതിർ മണ്ഡപത്തിൽ വന്ന് വേദ വിക്രമിനോടും വിക്രം വേദയോടും പറയുന്നുണ്ട്, നീ ഇല്ലാതെ ഒരിക്കലും ആവില്ല വേദ, നീയാണ് എൻ്റെ ജീവവായു. അങ്ങനെയാകാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചും ലോകം മൊത്തം പറയുന്ന പോലെ വിക്രം പറയുമ്പോൾ വേദയും വിക്രമും രണ്ടാമത് ഒരുമിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും വേദയുടെ കഴുത്തിൽ വിക്രം താലി ചാർത്തുന്നുണ്ട് കേട്ടോ, സർവ്വ ഈശ്വരന്മാരെയും സാക്ഷി നിർത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ പവിത്രം സീരിയലിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്